സർ, ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ അങ്ങ് വ്യോമസേനയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ ആധികാരികമായ ഒരു ഉത്തരം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകർ. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മുടെ 5 വിമാനം അടിച്ചിട്ടു, 7 വിമാനം അടിച്ചിട്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ അമേരിക്കയൊക്കെ ആവർത്തിക്കുന്നു, ട്രംപും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏത് വിമാനമാണ് അടിച്ചിട്ടതെന്നൊന്നും പറയുന്നില്ല. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? നമുക്ക് അക്കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് ആധികാരികമായ വിവരങ്ങൾ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ സേനകൾ അത് പുറത്തു വിട്ടിട്ടുണ്ടോ? ഡിഫൻസിനെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സേനയ്ക്കകത്തുള്ളവർക്ക് പോലും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലൈവിലായിരിക്കുമ്പോൾ പോലും ഉണ്ടാവാറില്ല. കാര്യം ഇപ്പം ഒരു വിമാനം നമ്മുടെ ഒരു എയർബേസിൽ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ വിമാനത്തിൻ്റെ സെക്യൂരിറ്റി പണ്ടൊക്കെ വഹിച്ചിരുന്നത് ഡോഗ് സ്ക്വാഡാണ്. കാര്യം ആ വിമാനത്തിൽ വർക്ക് ചെയ്യുന്നവർക്കല്ലാതെ അവരുടെ ഓഫീസർമാർക്ക് പോലും അതിനെ പറ്റിയിട്ട് യാതൊരു വിവരങ്ങളും ഉണ്ടാകാറില്ല. അപ്പോൾ ഈ സീക്രട്സി എന്ന് പറയുന്നതാണ് നമ്മുടെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. സീക്രസി, രഹസ്യാത്മകത അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി. അപ്പോൾ ഈ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചൊല്ലുണ്ട്, സത്യമൊന്നും പറയത്തുമില്ല, പറയുന്നതൊന്നും സത്യമാവത്തില്ല. അതായത് പ്രൊപ്പഗണ്ടയാണ് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളെ യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ചൊല്ലുണ്ടല്ലോ, നമ്മളെ യുദ്ധത്തിലും പ്രേമത്തിലും നമുക്ക് എന്തുവാകാം, എല്ലാം ഫെയർ ആണെന്ന് പറയുന്നത്. അപ്പൊ യുദ്ധത്തിലെല്ലാം ഫെയർ ആണ്. അവിടെ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് തന്ത്രവും നമ്മൾ പയറ്റും. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ അജിത് ഡോവൽജിയാണ്. അദ്ദേഹം മുസൽമാനായി സുന്നത്ത് ചെയ്തു, പാകിസ്ഥാനിൽ വർഷങ്ങളോളം റിക്ഷയും ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചു. കാര്യം നമുക്ക് വിജയമാണ് ആവശ്യം, അതിൽ കുറഞ്ഞൊന്നും നമുക്ക് വേണ്ട. അപ്പം നമ്മൾ ചെയ്യുന്ന തന്ത്രങ്ങൾ നമുക്ക് പുറത്തു പറയേണ്ട ആവശ്യമില്ല, നമുക്ക് പബ്ലിസിറ്റി കിട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് വിജയം മതി, പബ്ലിസിറ്റി വേണ്ട. അപ്പോൾ ഇന്ത്യയുടെ ഇക്കാര്യത്തെ പറ്റി തന്നെ ഇന്ത്യയുടെ കമ്പൈൻഡ് ഡിഫൻസ് സ്റ്റാഫ് ഒരിക്കൽ സിംഗപ്പൂർ വെച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ ആർമി ചീഫ് ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസിന്റെ പ്രതിനിധികൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം പരസ്പര വിരുദ്ധമാണ് എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മൾ രഹസ്യാത്മകത സൂക്ഷിക്കുന്നതാണ് ഇക്കാര്യത്തിൽ നല്ലത്. കാര്യം എന്തായാലും നമ്മൾ ഒരു കാര്യം നമുക്ക് തീർത്ത് പറയാം, വിമാനം നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ വിജയിച്ചു. ആ രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം. നമ്മളായിട്ട് അത് പിടിക്കാൻ പോകണ്ട. പിന്നെ ഈ രാഷ്ട്രീയക്കാർ പറയുന്നതിനപ്പുറം നമ്മൾ വിമാനങ്ങൾ വാങ്ങിച്ചത് നഷ്ടപ്പെടാൻ തന്നെയാണ്. അത് നഷ്ടപ്പെടണം. എന്തിലെ നമുക്ക് വിജയമാണോ വേണ്ടത്, വിമാനമാണോ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. ചിലപ്പോൾ വിമാനം, നമ്മൾ ചെസ് കളിയിൽ തന്നെ ചില സമയത്ത് നമുക്ക് ചില കരുക്കൾ നമുക്ക് നഷ്ടപ്പെടുത്തിയാലേ വിജയിക്കാൻ പറ്റുള്ളൂ എന്നൊരു ഘട്ടം വരും. ആ സമയത്ത് നമ്മൾ വിജയം വേണോ കരു വേണോ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വിജയമാണ് വേണ്ടത്. അപ്പം എത്ര കരുക്കൾ നഷ്ടപ്പെട്ടു എന്നല്ല, ചെസ് കളിയുടെ അവസാനം നമ്മൾ ജയിച്ചോ എന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ യുദ്ധം ജയിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്രസക്തം. അതിന് നമ്മൾ എന്ത് തന്ത്രം ഉപയോഗിച്ചു എന്നുള്ളത് ഒട്ടും പ്രസക്തമായ ഒരു കാര്യമല്ല. ഇക്കാര്യത്തിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതും നമ്മൾ വിജയം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വിമാനവും ഒരു സൈനികന്റെ ജീവിതവും ഒരു പൈലറ്റിന്റെ ജീവിതവും നഷ്ടപ്പെടാനുള്ളത് തന്നെയാണ്. അതിനകത്ത് ആർക്കും ഒരു സന്ദേഹവും വേണ്ട. ഇതിന് പോകുന്ന ആ വൈമാനികനും ആ സൈനികനും ഒക്കെ അത് ഉറപ്പുള്ള കാര്യമാണ്, പൂർണ്ണ ബോധ്യമുള്ള കാര്യം. മാത്രമല്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു ഫൈറ്റർ പൈലറ്റ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് അത് സി ഓഫ് ചെയ്യുന്ന സൈനികനും ഈ പൈലറ്റും തൊപ്പിയില്ലാതെയാണ് സല്യൂട്ട് ചെയ്യുന്നത്. തൊപ്പിയില്ലാതെ സല്യൂട്ട് ചെയ്യുന്ന ഒരേ ഒരു അവസരം അതാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന ആള് തിരിച്ചു വരുമെന്ന് അയക്കുന്ന ആൾക്ക് ഒരു ഉറപ്പുമില്ല. തിരിച്ചു വന്നാലേ വന്നെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് രണ്ടും കൈവിട്ട ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ കണ്ടാൽ മതി. ഒരു പൈലറ്റ് മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ അച്ഛനും അമ്മയൊന്നും ഏങ്ങിക്കരയൊന്നുമില്ല. അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യില്ല. അവരെ മരിക്കാൻ അത് സെർട്ടനാണ്. അതിനകത്ത് ഒരു ചിന്തയും വേണ്ട. ചിലപ്പോൾ സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, നമ്മൾ പറയുന്നത് സത്യമായിരിക്കില്ല. ഇതൊക്കെ സൈനിക രഹസ്യങ്ങളാണ്. ഇതിനകത്തൊന്നും നമ്മളൊരു പാർലമെന്ററി സിസ്റ്റത്തിൽ ചുഴിഞ്ഞന്വേഷിക്കുന്ന മാതിരി നമ്മൾ ചുഴിഞ്ഞന്വേഷിച്ചതിൻ്റെ രഹസ്യങ്ങളൊന്നും തപ്പിപ്പോകണ്ട. നമ്മൾ വിജയമുണ്ടോ, ഇനിയും നമുക്കുള്ള ത്രെട്ടുണ്ടോ, ആ ത്രെട്ട് നമ്മൾ കഴിഞ്ഞ യുദ്ധത്തിലെ വിജയത്തെ പറ്റിയിട്ടല്ല നമ്മൾ ആലോചിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ത്രെട്ടുകൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നതിനകത്താണ് അവർ തലപോയിക്കുന്നത്. സാർ, അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ വ്യോമസേന സുസജ്ജമാണോ? എല്ലാ അർത്ഥത്തിലും ഏത് വെല്ലുവിളിയെ നേരിടാൻ പര്യാപ്തമാണോ? അല്ല. അത് പറയാനുള്ള കാരണം, നമ്മൾ ഈ അടുത്ത മാസം ഈ സെപ്റ്റംബർ നടക്കാൻ പോകുന്നത് നമ്മുടെ പടക്കുതിരകളായിരുന്ന MiG-21 നമ്മൾ
ഡീകമ്മീഷൻ ചെയ്ത് സെൻഡ് ഓഫ് ചെയ്യുന്നു. അതെ, അതിന്റെ വാർത്തകളൊക്കെ പുറത്തു വന്നു. അപ്പോൾ അതിന് ബദലായിട്ട് 1986 തന്നെ അതിന് പകരമുള്ള വിമാനങ്ങൾ ഉണ്ടാക്കാനുള്ള എഞ്ചിൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. കാവേരി എഞ്ചിൻ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ റഷ്യ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ കൂട്ടുകാരാണെങ്കിലും റഷ്യയുടെ അവർക്ക് നമ്മുടെ എയർ ഫ്രെയിം നമുക്ക് തന്നിട്ടുണ്ട്, അവരുടെ പിന്നെ മെറ്റലർജി നമുക്ക് തന്നിട്ടുണ്ട്, വെപ്പൺസ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എഞ്ചിൻ മാത്രം നമുക്ക് തന്നിട്ടില്ല. അതായത് ഒരു വിമാനത്തിന്റെ ഏറ്റവും അവശ്യ പ്രധാനപ്പെട്ട സാധനം അതൊഴിച്ച് ബാക്കി അതെല്ലാം തന്നിട്ടുണ്ട്. എല്ലാ സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യ ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ എഞ്ചിൻ ടെക്നോളജി അവർ നമുക്ക് ഇതുവരെ തരില്ല. അപ്പം നമ്മുടെ ഒരു സ്വാഭാവിക മിത്രമാണെങ്കിൽ പോലും അമേരിക്ക, റഷ്യ നമുക്ക് അങ്ങനെ ഒരു പരിമിതി നമുക്ക് സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ പിന്നീട് ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഒക്കെ നമ്മൾ യുദ്ധവിമാനങ്ങൾ വാങ്ങിച്ചു. അവിടെ നിന്നൊന്നും നമുക്ക് ടെക്നോളജി കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് നമുക്കൊരു ടെക്നോളജിയുടെ ഒരു പരിധി വരെ നമുക്ക് എത്താൻ പറ്റിയത് റഫാലിലാണ്. റഫാൽ ഒരുപാട് ഫ്രാൻസിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് കോൺട്രവേഴ്സി അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ നമ്മൾ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. നമുക്ക് വേണ്ടത് എഞ്ചിൻ ടെക്നോളജി ആയിരുന്നു വേണ്ടി. അതിനകത്ത് നമ്മൾ വിജയിച്ചോ ഇല്ലേ എന്നുള്ള കാര്യം കാലം പറയേണ്ടതാണ്, എനിക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ചില ഭാഗങ്ങളും ചില അറിവുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമായിരിക്കാം. നമ്മൾ വാങ്ങിക്കുന്ന ഒരു വിമാനത്തിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ അറിവുകളും നമ്മൾ സ്വായത്തമാക്കും. അത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു രീതിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ വരുന്ന ഇന്ത്യൻ വ്യോമസേന നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി MiG-21 റിട്ടയർ ചെയ്യുന്നു. പകരം വരേണ്ട തേജസ് മാർക്ക് 1 വിമാനങ്ങൾക്ക് ആവശ്യമുള്ള എൻജിൻ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് GE എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി നമ്മളെ ഒരുപാട് ലാഗ് ചെയ്യുന്നുണ്ട്. ഈ ലാഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമയത്തിന് കിട്ടാത്ത സാധനം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. അതെ, 2009 ആ കരാർ ഒപ്പിട്ടത്. അതെ, അല്ല ഇത് വർഷങ്ങളായിട്ട് അവർ തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ തരുന്നില്ല. 10-15 വർഷമായിട്ട് നമ്മളായിട്ട് അവർ കളിപ്പിക്കുകയാണ്. കാര്യം നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് അവർക്കറിയാം. നമ്മളിൽ എഞ്ചിൻ ഇല്ല. നമ്മുടെ കാവേരി എഞ്ചിൻ ഒരു പരാജയമായിരുന്നു എന്ന് സമ്മതിക്കുന്നതിനകത്ത് നമുക്ക് നാണക്കേടൊന്നും തോന്നണ്ട. നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈയിടയ്ക്ക് 113 വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിൻ അവർ കൈമാറുന്നു. അവരുമായിട്ട് ഡീല് വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്. പക്ഷേ ഈ ട്രംപിന് ഇന്ത്യയോടുള്ള ഇപ്പോഴത്തെ വിയോജിപ്പുകൾ മാത്രമല്ല അസൂയയും കുശുമ്പും എന്ന് പറയുമ്പോഴത്തേക്ക് ട്രംപിന് ധാരാളമാണ്. അതുകൊണ്ട് എന്താവും എന്നുള്ള കാര്യം നമുക്ക് ഇത് കയ്യിൽ കിട്ടിയിട്ടും അമേരിക്കയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക F-16 ഒക്കെ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ എഞ്ചിനും അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ ഓപ്പറേഷൻസും ഒക്കെ ഇപ്പോഴും അവരുടെ കയ്യിലാണ്. അപ്പം നമുക്ക് GE കമ്പനിയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന എൻജിൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ സമയത്തിന് അതിൻ്റെ പാർട്സും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടിയില്ലെങ്കിലും നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിലോട്ട് പോകും. നമ്മളെപ്പോഴും വിഷമിക്കുന്നത് പാർട്സിൻ്റെ പ്രശ്നമാണ്. വിമാനത്തിനേക്കാളും സ്പെയർ പാർട്സ്. അപ്പം അമേരിക്കയെ ഒരു സാങ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ GE കമ്പനിക്കാർക്ക് ഇന്ത്യക്ക് പാർട്സ് കൊടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ 5ാം തലമുറ യുദ്ധവിമാനമായ ആംക എന്ന് പറയുന്ന ഒരു പുതിയ ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് സഫ്രാൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് കമ്പനിയായിട്ട് അതിന്റെ വാർത്തയുണ്ടായിരുന്നു. അവരുമായിട്ട് നമ്മൾ $7 ബില്യൺ ഒരു ദീർഘകാല പദ്ധതിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഹൊറിസോൺ 2047 എന്നാണ് പ്രൊജക്ട്. നമുക്ക് 2047 വേറൊരു രീതിയിൽ പരിചിതമാണ്. നമ്മളെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ 2047 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ളത്. നമ്മൾ 2047 നമ്മൾ വ്യോമ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സ്വന്തമായിട്ട് എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള ഡെവലപ്മെന്റ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ ആണ് ഈ ഡീലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ എഞ്ചിൻ നിർമ്മാണം ഒരു ചെറിയ കാര്യമല്ല, വലിയ ടാസ്ക് തന്നെ. ഇല്ല, നമ്മൾ ഈ 75 വർഷമായിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് നമ്മളെ കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു കാര്യം ആകുമ്പോഴത്തേക്ക് എന്നെ മനസ്സിലാവുമല്ലോ അത് എന്തുമാത്രം. പിന്നെ അതുപോലെ ഒരുപാട് സാങ്ഷൻസ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റലർജി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ടെക്നോളജി നമുക്ക് തരാൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങൾ പുറത്ത് സമ്മർദ്ദങ്ങളുണ്ട്. കാര്യം ഇതിന്റെ കുത്തക അമേരിക്കയിൽ റഷ്യയുടെയും ഫ്രാൻസിന്റെയും കയ്യിലാണ്. ഈ കുത്തക കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ചൈനീസ് സാങ്കേതിക വിദ്യ ഇക്കാര്യത്തിൽ ഒരു പരാജയമാണെന്നാണ് അവർ പറയുന്നത്. ചൈനയുടെ 5ാം തലമുറ എന്ന് പറയുമ്പോഴത്തേക്ക് ചൈന ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരേ വിമാനത്തിന്റെ ഒരേ മോഡലിന്റെ ഇൻഫീരിയർ മോഡലാണ് അവർ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത്.
കൊടുക്കുന്നത്. യഥാർത്ഥ മോഡൽ അവരെ തന്നെ ആയിരിക്കും. ചൈനക്കാർ ഡ്യൂപ്ലിക്കേറ്റിന് പ്രശസ്തമാണല്ലോ. അതെ അതെ. അപ്പം ചൈന പാകിസ്ഥാനൊക്കെ കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ കരയുന്നുണ്ടായിരുന്നു. അവർക്ക് യുദ്ധത്തിലൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പാട്ടകളാണെന്ന് J-17 പറ്റിയിട്ട് പാട്ടയാണെന്ന് പറഞ്ഞിട്ട് അവർ കരയുന്നുണ്ട്. അപ്പം നമുക്ക് ആ ടെക്നോളജി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ ലോകത്തിൽ 1ാം സ്ഥാനത്ത് എത്തണമെങ്കിൽ ഈ വിമാനത്തിന്റെ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയും കൂടെ നമുക്ക് സ്വായത്തമാക്കിയാലേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് ഇന്ത്യ എത്ര കോടി അമേരിക്കൻ ഡോളർ കൊടുക്കാനും ഇന്ത്യ തയ്യാറാണ്. ഇന്ത്യക്ക് അത് നേടിയേ പറ്റൂ. ആ ടെക്നോളജി നമുക്ക് കൈ വരണം. ഡെവലപ്മെന്റ് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ഇന്ത്യയിലെ ആ വിമാനങ്ങളും തദ്ദേശീയമായിട്ട് ഉണ്ടാക്കിയാലേ. ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് തദ്ദേശീയമായ ഈ പറയുന്ന 5ാം തലമുറ വിമാനം നിർമ്മിക്കുന്നതിന്റെ ഒരു പ്രോജക്റ്റ് ഇപ്പൊ AMCA ഇത് എപ്പോ നമുക്ക് കമ്മീഷൻ ചെയ്യാൻ സാധിക്കും? ഇത് 2035 അവർ പറയുന്നത്. പക്ഷേ ഇത് 2047 വരെയുള്ള ഒരു ദീർഘകാല പ്രൊജക്റ്റാണ്. 22 വർഷത്തേക്കുള്ള ഒരു പ്രൊജക്റ്റാണ്. 25 തൊട്ട് 47 വരെയുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇതിനകത്ത് മിറാക്കിൾസ് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കാം. കാര്യം നമുക്കൊരു ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മുടെയൊക്കെ ഈ സ്പേസ് ടെക്നോളജിയിൽ ഇന്ത്യ നേടിയ നേട്ടങ്ങളിൽ നിന്നാണ് നമ്മൾ മിസൈൽ ടെക്നോളജിയിലേക്ക് മാറിയത്. അപ്പോൾ അതേപോലെ നമുക്ക് കിട്ടുന്ന സഹവർത്തിത്വത്തിന് കിട്ടുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ടെക്നോളജി, ഇപ്പം റഷ്യയും അമേരിക്കയും ചൈനയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നോളജി, ജെറ്റ് ടെക്നോളജി സ്വന്തമായിട്ടുള്ള അപൂർവം രാജ്യങ്ങളിലൊന്ന് ഫ്രാൻസാണ്. അപ്പം നമ്മൾ തന്നെ റഷ്യയിൽ നിന്ന് വേണ്ടപ്പെട്ട വിമാനങ്ങൾ കിട്ടാതെ വന്നപ്പോഴത്തേക്കാണ് ജാഗ്വാറും മിറാഷും ഒക്കെ വാങ്ങിച്ചത്. ആ വിമാനങ്ങളാണ് നമ്മൾ കാർഗിൽ വാറിലൊക്കെ നമ്മൾ ഉപയോഗിച്ചു. അപ്പം നമ്മൾ ലുക്കിംഗ് ഫ്രാൻസ് ആണ് ഇപ്പം നമ്മുടെ ഒരു നമ്മളുമായിട്ട് നല്ല സ്ട്രാറ്റജി അവരാണ്. മുമ്പ് വളരെ സുഹൃത്തുക്കളായിരുന്ന ഫ്രാൻസും അമേരിക്കയും തമ്മിൽ വലിയ ചർച്ചയിലല്ല എന്നാണ് ലോകത്തുള്ള അറിവ്. അപ്പോ ഫ്രാൻസിന് അവർക്ക് ഒരു കരുത്തനായ സുഹൃത്ത് വേണം. നമുക്ക് ടെക്നോളജി അറിയാവുന്ന. അപ്പൊ രണ്ടുപേരുടെയും ആവശ്യം എന്നുള്ള രീതിക്ക് അത് കോംപ്രമൈസ് ചെയ്യുക, അമേരിക്കയുടെ മേധാവിത്വം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ചിന്ത, ഒരു യൂണിപോളാർ വേൾഡിൽ നിന്ന് ഒരു മൾട്ടിപോളാർ വേൾഡിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ നമുക്ക് സഹായിക്കുന്നുണ്ട്. അവർ ഒരുപാട് വിലപ്പെട്ട ടെക്നോളജി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എഞ്ചിൻ ടെക്നോളജി, ജെറ്റ് എഞ്ചിൻ ടെക്നോളജി നമുക്ക് തന്നിട്ടില്ല. ഇപ്പോഴും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വൈകാതെ ഇത് ഈ എഞ്ചിൻ ടെക്നോളജി നമുക്ക് കിട്ടുന്നത് നമ്മളിൽ ഈ സിവിലിയൻ എയർക്രാഫ്റ്റുകളും നമുക്ക് വികസിപ്പിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇപ്പോഴും നമ്മൾ ടാറ്റ വാങ്ങിക്കുന്നത് എയർബസിൽ നിന്നും ബോയിങ്ങിൽ നിന്നും. അപ്പോൾ ഈ ടെക്നോളജി കിട്ടിക്കഴിഞ്ഞാൽ അവർക്കുള്ള പേടി പിന്നീട് യാത്രാ വിമാനങ്ങളും ഇന്ത്യ നിർമ്മിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് അവർ പേടിക്കുന്നത്. കാര്യം ഈ എഞ്ചിൻ്റെ തന്നെ, ജെറ്റ് എഞ്ചിൻ്റെ തന്നെ വേറൊരു വെർഷനാണ് യാത്രാ വിമാനങ്ങളുടെ എഞ്ചിന്. യാത്രാ വിമാനങ്ങൾ ബാക്കിയെല്ലാം നമുക്ക് നിർമ്മിക്കാനുള്ള ടെക്നോളജി ഉണ്ട്, എഞ്ചിൻ ടെക്നോളജിയാണ് നമുക്ക് ഇല്ലാത്തത്. അപ്പോൾ എഞ്ചിൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അതിന് കാത്തിരിക്കാം പ്രതീക്ഷയോടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.